ഇതിങ്ങനൊക്കെ പെട്ടെന്ന് വന്നു കയറിയ മൂന്നേട്ടാ, ഞാൻ എൻ്റെ പ്രേക്ഷകരോടുണ്ടല്ലോ മൂന്നേട്ടനെ പറ്റി ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. അത് പറയാം കാര്യം, പക്ഷെ എന്നാലും ഞാൻ പറയണ്ടേ മൂന്നേട്ടനെ പറ്റി. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതിന് പറയാൻ എനിക്ക് ഒരു അധികാരം അവകാശം ഉണ്ടോന്ന് അറിയില്ല. കാര്യം വെച്ചാൽ ഇദ്ദേഹം അവരുടെ അടുത്ത ആളല്ലയോ, നമുക്ക് അന്നേരം വല്ലതും പറയാൻ നോക്കുക. പിന്നെ എന്നാ പറയാ, നമ്മുടെ എന്നാ പറയുന്ന മിനി സ്ക്രീനിലെ ഒരു നിത്യ ഹരിത നായകനാ. അത്ര അങ്ങോട്ട് പോകണ്ട കേട്ടോ, ഇച്ചിരിയില്ല. പക്ഷെ എന്നാലും കുറച്ച് ഇത് കുറവാ അല്ലേ? കണ്ടോ ഭാര്യയുടെ സന്തോഷം കണ്ടോ? അല്ല പിന്നെ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതെ, എന്തൊക്കെയാണെന്നുള്ളത് മുന്നേട്ടാ ഞാൻ പനീർ ടിക്കയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. മുന്നേട്ടാ പേടിക്കണ്ട, നല്ല സാധനം, അനങ്ങുന്നില്ല. ഇതിനകത്തോട് തന്നെ നോക്കുക, ഇത് എന്ത് സാധനം ടിക്കാണോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വിദ്യ ഉണ്ടാക്കിയിട്ടുണ്ടോ? പനീറിന്റെ വേറെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടില്ല. ആണോ? എന്തായാലും ഈ പ്രോഗ്രാം കണ്ടിട്ട് മുന്തേട്ടൻ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമ്മളൊന്നും വിട്ടു കൊടുക്കല്ലടോ, വീട്ടമ്മമാരാന്നൊക്കെ പറഞ്ഞിരുന്നേച്ചാ ഒക്കത്തില്ല. ഹോട്ടലൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ടല്ലേ. അതോ, അത് മുന്തേട്ടൻ ഞാനൊരു ചോക്ലേറ്റ് ഡ്രിങ്ക് ഉണ്ടാക്കിയതാ. അതേ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഡ്രിങ്ക് ഒക്കെ കഴിച്ചാലും ഒന്നും കുഴപ്പമൊന്നും വരില്ല. മൂന്നേട്ടനെ പോലെ ഇങ്ങനെ ഹെൽത്ത് ഒക്കെ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാലോ എന്റെ റെമഡി എന്നാ ചെയ്യേണ്ടതെന്ന്. എന്നെ പോലെ ഉള്ളവരൊക്കെ അത് കുടിക്കുമെന്നല്ലാതെ ബാക്കി പിന്നെ ചിന്തിക്കുള്ളൂ. എന്തോ എക്സസൈസും പിന്നെ എന്നെ കണ്ടറിയല്ലോ, ഞാൻ നല്ല എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നല്ല അതായത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ടുള്ള ഫേസിലല്ല സന്തോഷം കണ്ട, ആ സന്തോഷം ധാരാളം ഉണ്ടല്ലോ. അത് ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ല. മുന്നേട്ടാ ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഒന്ന് കഴിച്ചു നോക്കണേ. കഴിച്ചിട്ട് 40 മിനിറ്റ് എന്നുള്ളത് 45 ആക്കി നടന്നാലും കുഴപ്പമില്ല. നല്ല സന്തോഷം, വളരെ സന്തോഷം. പക്ഷെ ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് ഒന്നും തരാനൊക്കത്തില്ല. എങ്ങനെ ഇങ്ങനെ തരുന്നേ? ഞാനൊരു പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തൊന്ന് മുന്നേട്ടനെ പേടിപ്പിക്കണ്ടേ? ഇല്ല ഇല്ല, ആദ്യമായിട്ട് എന്റെ അടുക്കള വരുമല്ലോ, അന്നേരം പിന്നെ ഞാൻ 4 തരണ്ടേ അല്ലേ? പിന്നെ അപ്പൊ മുന്നേട്ടം ഇരിക്കൂ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം. എന്തായാലും നമുക്ക് ചീനച്ചട്ടിയോടുകൂടി മുന്തേട്ടൻ്റെ അടുത്തോട്ട് പോകാൻ ഒക്കുകയില്ല. ഇതൊരു പ്ലേറ്റിലാക്കണ്ടേ? ദീപം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റിക്കൊക്കെ താഴെ പോയാൽ എന്നെ എടുക്കും. ഇതാണ് സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് ഒരു പേടിപ്പിക്കണ പോലെയാണ് സ്റ്റിക്കൊക്കെ അല്ലേ? അതെ, മൂന്നേടെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നു. മൂന്നേടാ പിള്ളേരെ എന്നാ കൊണ്ടുവരാഞ്ഞേ? പിള്ളേർക്കൊക്കെ ഏറ്റവും ഞാൻ വിചാരിച്ചു പിള്ളേരൊക്കെ വരും എന്ന് പറഞ്ഞോണ്ട് ഞാൻ പിള്ളേർക്ക് കുട്ടികൾ അവർ സ്കൂളിലൊക്കെ പോണ സമയല്ലേ, ട്യൂഷനൊക്കെ ഉണ്ട്. എന്നാ പഠിപ്പീരാന്ന് നോക്കിയ പിള്ളേരുടെ പുറകെ നടക്കുവോ? അങ്ങനല്ല, അങ്ങനെയൊന്നും പഠിക്കുക പറയാൻ നടക്കുകയൊന്നുമില്ല. അവരോട് പറയും, 2 പ്രാവശ്യമൊക്കെ പറയും പഠിക്കാൻ സമയം എടുക്കും, TV കണ്ടോണ്ടിരിക്കണ്ട പറയും. പേടിപ്പിക്കോ? അത്യാവശ്യം. അല്ല, ഇത്ര അത്യാവശ്യം പേടിപ്പിക്കുന്നൊക്കെ പറഞ്ഞേ ഈ പിള്ളേർ എന്തോരായി? അപ്പൊ പിന്നെ പേടിപ്പിക്കണം. അത് ഇനിയും സമയം കിടക്കുന്നു, അതിന് വിട്ടേക്ക്. കൂടുതലും ഉഴപ്പ് ചെറുതിന്. ഇപ്പൊ ഞാൻ ഫിലിമൊക്കെ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് എനിക്കൊരു ഓഫർ കിട്ടുന്ന സീരിയലില്. അപ്പൊ ഈ സീരിയലിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചെന്നിട്ട് സീരിയലൊക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നായകനെ ഞാൻ കാണുന്നതും ഒക്കെ അന്ന്. അപ്പം സത്യം പറഞ്ഞ മുന്തേട്ട എങ്ങനെയാണ് ഫീൽഡിലേക്ക് വന്നതെന്നും അല്ല, അത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ തിയേറ്റർ അയച്ചാൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ, സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ജോലി സാധ്യതയൊന്നുമില്ല. അപ്പോൾ വീട്ടിലൊക്കെ എങ്ങനെ നാടകം പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയൊക്കെ അത് ഡിഗ്രി കോഴ്സാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ച് ആ കാലഘട്ടത്തിൽ ഡ്രാമ സ്കൂളിൽ പഠിച്ചിറങ്ങി വന്ന് തിയേറ്ററിന് ശരിക്കും പറഞ്ഞാൽ ക്യാമറയ്ക്ക് പിറകിലായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്നു ഒരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ട്. അന്നോട്ട് പിന്നെ നമ്മളങ്ങ് ഒരു ആക്ടറായി അങ്ങനെ ലെവലിലേക്ക്. അപ്പൊ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ പെർഫോം ധാരാളം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, ഈ ടെലിവിഷനെ ശരിക്കും എല്ലാവർക്കും എന്നെ ആക്ടർ എന്ന നിലയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ തിയേറ്റർ പെർഫോമൻസ് കണ്ടിട്ടാണോ? തീർച്ചയായും. ഫസ്റ്റ് പണ്ടൊരു ചേകവർന്ന നമ്മളെ GS വിജയേട്ടനൊക്കെ ഇല്ലേ, വിജയേട്ടൻ്റെ ബ്രദറിലോ രഘുനാഥ് എന്ന് പറഞ്ഞ രഘുനാഥ് എന്ന് പറഞ്ഞ പഴയ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം അരുൺ സാറിൻ്റെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾ.
അദ്ദേഹമാണ് ആദ്യത്തെ എൻ്റെ ടെലിവിഷൻ പരമ്പരയുടെ ഡയറക്ടർ. ടെലിവിഷനിൽ വന്നു കഴിഞ്ഞ് കുറേ നമ്മൾ ടെലിവിഷനിൽ, അതായത് അപ്പോഴും നമുക്ക് തിയേറ്റർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ തിയേറ്റർ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു നമ്മുടെ ഒരു സന്തോഷമായിട്ട് അങ്ങനെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം പിന്നെ ടെലിവിഷനിൽ നല്ല ബിസിയായി. അല്ല, അപ്പോൾ തിയേറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് മുന്തറിന് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിക്കുക, അതിലിങ്ങനെ ഒത്തിരി സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന്? അല്ല, അങ്ങനെ തോന്നിയാൽ നമുക്കിവിടെ കേരളത്തിൽ അങ്ങനെ ടെലിവിഷൻ പൂർണ്ണമായിട്ടും തിയേറ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള വേദികളില്ല നമുക്കിവിടെ. നമുക്ക് പലതരത്തിൽ ഞാൻ ബോംബെയിലായിരുന്നു. ഇപ്പോൾ സപ്പോസ് ഞാൻ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും, ഇപ്പോൾ കർണാടകത്തിലായിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ തിയേറ്ററിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേനെ. കാരണം അവിടെ അതിനുള്ള വേദികളുണ്ട്, അതിന് സർക്കാർ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പലതരത്തിലുള്ള അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ കുറച്ച് കുറവാണ് ആ കാര്യത്തിൽ. നമുക്കത് വളരെ, അതാരും കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ഇവിടെ ഈ നാടകത്തെ, പ്രോപ്പറായിട്ട് നാടകത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ കുറവാണോ അതോ അതിനുള്ള വേണ്ട പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അല്ല കാര്യം എന്നാന്നറിയോ ചോദിക്കാൻ കാര്യം വെച്ചാൽ മുന്നേറ്റ സോളോ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ എബ്രോഡ് വരെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത്രയും ഡെഡിക്കേഷൻ. ഞാൻ ഇപ്പോഴും ഇനിയും ഞാൻ വീണ്ടും ബാക്ക് ടു, ഇപ്പം ഞാൻ തിയേറ്ററിലൂടെ വന്ന് ടെലിവിഷൻ ചെയ്തു. ടെലിവിഷൻ കുറേ കാലം ടെലിവിഷൻ ചെയ്തു. ഇപ്പം ഞാൻ ടെലിവിഷൻ തൽക്കാലം സീരിയൽസ് എല്ലാം നിർത്തിയിരിക്കുകയാണ്, 3 വർഷമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഫിലിമിലേക്ക് വന്നു. ഫിലിം വന്ന് ഇനി അടുത്ത് ഞാൻ വീണ്ടും തിയേറ്റർ ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ, ഞാൻ ഈ നസ്രുദ്ദീൻ ഷായൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം നാടകം ചെയ്യായിരുന്നു, തിയേറ്റർ ചെയ്യായിരുന്നു. തിയേറ്ററിനോടുള്ള ആ സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ലെവലിൽ നമ്മൾ വളരെ നമ്മൾ എൻ്റെ ഒരു ഡ്രീമാട്ടോ പറയുന്നത്. ഡ്രീം ആർക്കും പറയാമല്ലോ, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ. അതെ, നമുക്കപ്പോൾ നമ്മുടെ ഡ്രീമിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫിലിം ആക്ടർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, സോളോ പെർഫോമൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കയറണം. അതായത് പുള്ളി നാടകം ചെയ്യുന്നുണ്ട് പുള്ളി, അങ്ങനെ ഒരു ലെവലിൽ അതാണ് എൻ്റെ ഒരു മനസ്സിലുള്ള ഡ്രീം. ഡെഡിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് അങ്ങനെ തന്നെ ദൈവം തമ്പുരാൻ കനിയട്ടെ. പിന്നെ പക്ഷേ ഞാൻ ഇത്രയും വലിയ ഗ്യാപ്പ് ഒന്നും വന്നില്ല. ഇതിനിടയിൽ കൂടെ ഞാൻ നാടകം ഒന്നും ചെയ്തിരുന്നു, വളരെ വിശ്വസിക്കാതനായ ഒരു നടൻ്റെ കൂടെ, ലാലേട്ടൻ്റെ കൂടെ, ഛായാമുഖി എന്ന് പറഞ്ഞ മുകേഷ് എല്ലാം കൂടെ അല്ലേ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് നമുക്ക് ആ ഒരു തിയേറ്ററിനെ സ്നേഹിക്കുന്നതുകൊണ്ടും പിന്നെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ നമ്മൾ പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഭയങ്കര രസമാണ്. കാരണം ഇതിൽ അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ഈ ആളുകളെല്ലാം ഒന്നിച്ച് കൂട്ടായ്മ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. ഈ പുറമേ നിന്നുള്ള പബ്ലിക്കിന് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലാലേട്ടനെ കാണാൻ തന്നെ വെറുതെ വന്ന് ലാലേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആളുണ്ടാവില്ല. കാരണം ഈ തിയേറ്റർ വളരെ കുറച്ച് ആളുകൾ മാത്രമല്ല. അപ്പോൾ നമ്മൾ ഗ്രീൻ റൂമിൽ ചിലപ്പോൾ ഞാൻ ലാലേട്ടനൊക്കെ തനിച്ചായിരിക്കും. അതൊക്കെ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെ അദ്ദേഹം എന്നോട് ഒരു എറണാകുളത്ത് പെർഫോം ചെയ്തപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് വർക്കൗട്ട് ആവൂലേ അത്, അല്ലല്ല കോൺഫിഡൻസ് വളരെയധികം ഉണ്ട്. പക്ഷേ അല്ല ആ ഉള്ളിലുള്ള നമുക്കത് ശരിയാകൂലേ, നമ്മുടെ പിള്ളേരൊക്കെ നന്നായി ചെയ്യൂലേ. അങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരാളെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആ നാടകത്തിൻ്റെ ആ ഒരു എനർജിയാണത്. അതായത് ഇതിന് റീടേക്ക് ഇല്ലല്ലോ, വൺസ് സ്വിച്ച് ഇട്ടാൽ അത് അങ്ങ് പോവല്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആ ആങ്സൈറ്റി, ഇത്രയും മഹാനായ ഒരു നടന് പോലും ആ ആങ്സൈറ്റി, അതാണ് തിയേറ്ററിൻ്റെ സുഖം. ഡ്രാമസ് ചെയ്യുമ്പോൾ, തിയേറ്റർ വർക്ക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചേട്ടാ അതിൻ്റെ ഹോം വർക്ക്സ് ഒത്തിരി ചെയ്യാനുണ്ടാവത്തില്ലേ? കുറേ നാളെടുക്കും അതിൻ്റെ ഹോം വർക്ക്സ്? അല്ല, ഞാൻ ഇതിൽ 2 തരത്തിലുണ്ട്. ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു ഹോം വർക്ക് എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെ നാടകത്തിനാകുമ്പോൾ നമുക്ക് ഒരു ഹോം വർക്ക് റിഹേഴ്സൽ ഉണ്ടല്ലോ. ഒത്തിരി കാലം അത് ഓരോ ഡിപ്പെൻസ്, ഓരോ പ്ലേ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ആക്ട് വിത്തൗട്ട് വേർഡ്സ് ചെയ്തപ്പോൾ ഞാൻ VK പ്രകാശാണ് ഡയറക്റ്റ് ചെയ്തത്. അദ്ദേഹം ഞങ്ങൾ നസ്രുദ്ദീൻ ഷായുടെ ഗ്രൂപ്പിന് വേണ്ടിയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന കാണികൾ എന്ന് പറയുന്നത് നസ്രുദ്ദീൻ ഷാ, ഓംപുരി, ടോം ആൾട്ടർ, ബെഞ്ചമിൻ ഗിലാനി, ഇങ്ങനെയുള്ള ടോപ്പ് ആൾക്കാർ. ശശി കപൂറിൻ്റെ മകള് കൂടെ അഭിനയിക്കുന്നുണ്ട് ഞങ്ങളെ വേറൊരു പ്ലേയിൽ, സഞ്ജന കപൂർ. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിലിരിക്കുന്ന നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് ഈ തിയേറ്ററിൽ, ഇയാൾ പ്രശസ്തനാണോ, ഇയാൾ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണോ, ഒന്നും വിഷയമല്ല. അവിടെ കാണിക്കുന്ന ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ചെയ്തത്. കാരണം ജീവിതത്തിൽ നമുക്കതൊക്കെ കിട്ടുന്നൊരു വലിയ ഒരു ആണ്. അപ്പോൾ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം ചെയ്ത് ഞാൻ അടുത്തത് ചെയ്തത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ബോംബെ തന്നെ ചെയ്തപ്പോൾ വിത്തൗട്ട് റിഹേഴ്സലാണ് ചെയ്തത്. ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഈ വിത്തൗട്ട് റിഹേഴ്സൽ. ഞാൻ പറഞ്ഞു VK പറഞ്ഞു റിഹേഴ്സൽ വേണ്ട VK, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, 1 man ഷോ ആണ്. എൻ്റെ കോൺഫിഡൻസ് ആണത്. പക്ഷേ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ട് മെൻ്റലി ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു അങ്ങനെയുള്ള പ്ലേ ആയിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എപ്പോഴും അയാൾ ചെയ്യുന്ന എപ്പോഴും അയാളൊരു മുഴുവൻ സമയം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വായനയിലൂടെ ആവാം, നമ്മുടെ ഒബ്സർവേഷനിലൂടെ ആവാം. അതൊക്കെ ഹോംവർക്കാണ്. ഒരു ഗുഡ് ആക്ടർ ആവാൻ വേണ്ടി എപ്പോഴും നമ്മളെപ്പോഴും ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ അനിയായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന
ഒരു ആ എനർജി പോലും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ പറ്റണം. ആകുന്നില്ല, ടിക്കയൊക്കെ ഒന്നുകൂടെ മൂത്തു പോകും മുന്തേട്ടാ, വേണ്ട. എന്തായാലും ഇത്രയും വർത്താനം പറഞ്ഞു, എനിക്ക് ഇത്രയും നല്ല കാര്യം പറയാം. കുടിച്ചു നോക്കൂ, എനിക്ക് ആ തണുപോയി മുന്തേട്ടാ, അതിൽ നിന്ന് ഞാൻ എണീക്കട്ടെ. ഞാൻ ചോദിക്കണം, നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാം. എന്തിനാ തിയേറ്ററിൽ സംസാരിച്ചാൽ തീരാത്ത കാര്യങ്ങളാണ്. ശരിയാ, എന്നാന്നറിയാം മുന്തേട്ടാ, ശരിക്കും നമുക്ക് ആ തിയേറ്ററിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പോ. അതുകൊണ്ടല്ലേ ഇത് കേൾക്കാൻ ഇത്ര ഇഷ്ടം. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരണ്ടേ, അതിനു വേണ്ടി ഒത്തിരി സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലേ? തീർച്ചയായും. ഞാനിപ്പോൾ വേറെ കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു പുതിയ പദ്ധതി കൂടി ഉണ്ട്. കാരണം ഈ ഇപ്പോൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പുകൾ സമയം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് നല്ല വായനയൊക്കെ നടത്തി നമുക്ക് ഇതിനെങ്ങനെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിന് താല്പര്യമുള്ള നടന്മാരെയൊക്കെ നമ്മൾ കണ്ടെത്തി അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ തിയേറ്റർ ചെയ്യൂ, നമുക്ക് തിയേറ്റർ ചെയ്യാം, ഒരു 3-4 പേര് പ്ലെയർ മതി. അപ്പോൾ ഞങ്ങൾ പണ്ട് ശങ്കരപ്പിള്ള സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഈ ബൈക്കിൽ പോയി തിയേറ്റർ കളിച്ച് വരിക, അങ്ങനെ. അതായത് അത് ഹോൾ ബോഡി ആക്ടിങ്. അതിൽ വേറെ സ്റ്റേജിൽ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ കട്ടൗട്ടറും സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം ആക്ടർ തന്നെയാണ്, എല്ലാം മ്യൂസിക് വരെ. അയാളെ ഞങ്ങൾ ഈ ആക്ട് വിത്ത് വേർഡ്സിലെ മ്യൂസിക് എന്ന് പറയുന്നത് ഇയാളെ കിതപ്പുകളാണ്. ഈ ആക്ടറുടെ കിതപ്പുകളും ഫുഡ് സ്റ്റെപ്സുകളും അയാൾ മറിഞ്ഞു വീഴുന്നു, ഇതൊക്കെയാണ്. അതാണ് അതിൻ്റെ സൈലൻസിൽ വരുന്ന ഈ ശബ്ദങ്ങളാണ് അതിൻ്റെ മ്യൂസിക്. അപ്പോൾ ടെക്നിക്കൽ സഹായമില്ലാതെ നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇവിടെ ആക്ടറുടെ പെർഫോമൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് തിയേറ്ററിൽ കാര്യങ്ങൾ നടക്കുന്നത്. മതിയല്ലേ? ഇല്ല, ബോറല്ല, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഈ ശ്വാസം വിടാതെയാണ് മൂന്നേട്ടം പറഞ്ഞോണ്ടിരിക്കണേ. അപ്പൊ പിന്നെ ഇനി ഞാൻ എന്തെങ്കിലും കുടിക്കാനെങ്കിലും തന്നില്ലെങ്കിൽ ആവേശം കൊണ്ട് ഇതെന്താന്ന് വെച്ചാൽ ഇത് ഈ വളരെ എന്താ പറയുക, കളർഫുള്ളാണ്, വളരെ ഇങ്ങനെ ഒട്ടി ഒരുമിച്ച് എല്ലാം കൂടി സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാ, ഞാനും ഞങ്ങളുടെ എന്റെ പ്രേക്ഷകരൊക്കെ അങ്ങനെ എപ്പോഴും അങ്ങനെയാ. കേട്ടോ, എല്ലാം ഞാൻ കാണാറുണ്ട്, എപ്പിസോഡൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട്. പരീക്ഷ ഏതാ പരീക്ഷ നോക്കിയേ? മൂന്നേട്ടനുണ്ടാക്കി കൊടുത്ത് മട്ടന്റെ ഒരു അങ്ങനെ എന്തോ. പക്ഷെ അത് മട്ടൻ ഇട്ടിട്ടല്ല ചിക്കൻ. മട്ടൻ കഴിക്കുകയല്ലേ? ഞാൻ പ്യുവർ വെജ്. പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? അതായത് ഫുൾ അതിനെ കഴുകി എല്ലാം വൃത്തിയാക്കി പാത്രം അങ്ങ് അടുപ്പിലാക്കി കിട്ടിയ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങള് മെജോറിറ്റി നമ്മള് നോൺ വെജ് ആൾക്കാരാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയേ പറ്റൂ. മോനൊക്കെ ആദ്യം ഞങ്ങള് കോഴിക്കോട് ഞങ്ങളെ വീട്ടില് പണ്ട് അച്ഛൻ ചോദിക്കായിരുന്നു, ഇന്നെന്താ മീൻ കിട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ അത് ചോദിക്കുന്നത്. വേലക്കാരി അതിലൂടെ പോകണ കാണുമ്പോൾ അമ്മയോട് വിളിച്ച് ചോദിക്കും, എന്താ മീൻ കിട്ടിയത് ചോദിക്കൂ എന്ന് പറയും. എന്തിനാ അച്ഛൻ എല്ലാ ദിവസവും അങ്ങനെ മീൻ കിട്ടിയ എന്താണെന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ രാവിലത്തെ ചോദ്യമാണ്. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ മൂപ്പര് ഓർഡർ കൊടുക്കുന്നതാണ്, അത് മല്ലി അരച്ച് വെച്ചാൽ മതി. ഏത് മീനാണ് കിട്ടിയത്? അപ്പോൾ ഇവിടുത്തെ ഞങ്ങളവിടെ പുയ്യാപ്പിളൊക്കെ വരാമെന്നാണ് പറയുക. അതിന് ഇവിടെ കിളിമീൻ എന്ന് പറയുന്ന സാധനം, ചുമന്ന മീൻ. അപ്പോൾ കിളിമീനാണ്, അല്ലെങ്കിൽ പുയ്യാപ്പിളൊക്കെ വരെയാണ്. അതൊരു മല്ലി അരച്ച് വെച്ചാൽ മതി. അതിപ്പോൾ നാളെ തേങ്ങ അരച്ച് വെച്ചാൽ എന്താ കുഴപ്പം ഞാൻ വിചാരിക്കും. പക്ഷേ അതായത് ഒരു മീൻ എങ്ങനെ വെക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത്ര ഒതൻറ്റിക് പറയാൻ അച്ഛൻ അറിയായിരുന്നു. അച്ഛൻ അത്രയും ടേസ്റ്റ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ശരിക്കും പറയാം എല്ലാ പോലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങളിത് ഭക്ഷണമൊക്കെ അങ്ങനെ ഭംഗിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളത് കഴിച്ചതിന് ശേഷം എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതുന്ന ഒരു എഫക്റ്റ് എനിക്ക് ഉണ്ട്. പ്ലേറ്റ് ആദ്യം ഞാൻ വിചാരിച്ചു അത്രയും റിസ്ക് എടുക്കേണ്ടത്. ഇത്രയും സ്വാദുള്ള ഒരു സ്വാദിന്റെ നാവുള്ള ഒരു അച്ഛന്റെ മകനാണ് ഇപ്പൊ നമ്മുടെ ടിക്ക കഴിക്കുന്നത്. അന്ന് ഇന്നത്തെ പല ആൾക്കാർക്ക് അറിഞ്ഞറിയില്ല. അന്ന് ഞാൻ ഈ മീന് വാങ്ങിച്ചിട്ട് തെങ്ങിന് വളമിട്ടിട്ടുണ്ട്. ചെറിയ കുട്ടി ഇവിടെ മത്തി എന്ന് പറയണത് ഞങ്ങളവിടെ പറയണ മത്തി ചാള. അതന്ന് ഈ ഫ്രീ ആയിട്ട് പോലെ കിട്ടുന്ന സാധനമാണ്. അത് വാങ്ങിച്ച് തെങ്ങിന് വളമിട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോൾ എവിടെ പോയാലും വിദ്യ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ അതിൽ ഭയങ്കര ഐക്യ. കാരണം എന്താ രണ്ട് ഈ സ്മെല്ലൊന്നും അടിപ്പിക്കണ്ടല്ലോ നമ്മൾ ചിക്കൻ. അല്ല വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പുള്ളിക്കാരത്തി ഭക്ഷണം കഴിക്കുള്ളൂ ആ ദിവസം. ചിക്കനിലൊന്നും പ്രശ്നമില്ല, എനിക്ക് മീനാണ് കുറച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എങ്ങനെ അപ്പൊ കുക്ക് ചെയ്യും? ഉപ്പായി നോക്കണം, ഞങ്ങളങ്ങനെ ശീലമില്ല. കറക്റ്റ് ആയിരിക്കും ഉപ്പൊക്കെ. മൂന്നേട്ടൻ നല്ലതായിട്ട് പാചകം ചെയ്യോ? ഞാൻ എനിക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണ്. മൂന്നേട്ടൊന്നും ഇല്ല കേട്ടോ, ഞാൻ തന്നെ പുള്ളിക്കാരത്തിയാ. ഒരു ദിവസം ഞങ്ങൾ ചിക്കനൊക്കെ അവിടെ ഇത് ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്ന് ചിക്കൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ അന്തം വിട്ടുപോയി. കാരണം അവർ ഇത്ര നല്ല ചിക്കൻ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മൂന്നേട്ടനൊക്കെ ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, നിങ്ങളോട് മണം വരുന്നതിന് എങ്ങനെ ഉണ്ടാക്കി? കോഴി വറുത്തരച്ച കോഴിക്കറി. അതെല്ലാം നാടനാണ് ഇഷ്ടം. നാടൻ ചിക്കനാണെങ്കിൽ വിഭവങ്ങൾ നാടകത്തിന്റെ ആളായതുകൊണ്ടാണ് മൂന്നേട്ടൻ നാടൻ ഭക്ഷണം ഇഷ്ടം.
കുറച്ച് എന്നാ ഞങ്ങൾ ഇന്നിച്ചിരി ഗ്ലാമർ ലോകത്തെ ആ ഭക്ഷണം ഉണ്ടാക്കിയത്. അല്ലല്ല ഗ്ലാമർ നമുക്ക് അതിനിടയ്ക്ക് ഒരു എപ്പോഴും ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ. അപ്പൊ മുന്നേറ്റം കഴിച്ചു നോക്കൂ. ശരി ഒന്ന് തുടങ്ങിയേക്കാം അല്ലേ വിദ്യ മുന്നേറ്റം എടുത്ത സ്റ്റൈലിൽ തന്നെ എടുക്കണേ. ഇതൊക്കെ ഞങ്ങൾ വീട്ടമ്മമാരുണ്ടാക്കിയ സ്റ്റൈലാണ്. ഇത് പക്ഷേ ഇത് എടുക്കുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കണോ അതോ കൈയൊക്കെ എടുത്ത് കഴിക്കാം? എടുത്ത് കഴിച്ചാൽ മതി. അതാ കഴിച്ചത്. ഞങ്ങൾ പറഞ്ഞ എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല നിങ്ങൾക്ക് ഏത് ഭക്ഷണം ഏറ്റവും ഇഷ്ടം ചോദിക്കും. പല ഇൻ്റർവ്യൂകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും എനിക്കത് വെറുതെ പറയാമെന്നാണ്. നമ്മൾ പറയും സന്തോഷത്തോടെ ഒരാൾ തരുന്ന ഏത് ഭക്ഷണം ഞാൻ സന്തോഷമായിട്ട് കഴിക്കും. സന്തോഷത്തോടെ, അതായത് ദുർമുഖം കാണിക്കാതെ. അതാണ് പറയുന്നൊരു വാചകം. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പോലും പുള്ളിക്കാരത്തി അറിയാൻ പറ്റും. അത്ര എൻ്റെ ഫേസ് നോർമലായിട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാം പറയണമെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും നല്ല സന്തോഷത്തോടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. അപ്പോൾ നമ്മൾ നന്നായിട്ടുണ്ട് അങ്ങനെയല്ല പറയേണ്ടത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഗംഭീരമായിട്ടുണ്ട്. സമാധാനായി. എത്രയും കൈര്യം കൂടെ വലിച്ചു നീട്ടിയപ്പോണ്ടല്ലോ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ. സാധാരണ വെച്ചാൽ ഞാൻ എന്നോട് പലപ്പോഴും പറയും അന്ന് മൂന്നോട്ട് കഴിച്ചല്ലേ ഉപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, അതിൽ കുറവായിരുന്നല്ലോ, അന്ന് പറഞ്ഞില്ല ഉപ്പ് കുറവായിരുന്നു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഇതിലല്ല. അപ്പോൾ ഞങ്ങൾ പൊതുവേ അങ്ങനെ പറയും, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. പണ്ടോട്ടുള്ള ശീലമാണ്. ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ടില്ലേ അധികം കഴിക്കണ്ട, എണീച്ച് പോവാം. കൂടുതൽ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് കുറ്റം എന്നുള്ളതല്ല, അത് ഗംഭീരമായിരുന്നു. താങ്ക് യു.